യുവതീ പ്രവേശന വിവാദത്തിനു ശേഷം വീണ്ടും സ്വർണ്ണപ്പാളിയിൽ ശബരിമല രാഷ്ട്രീയ പോരിന്റെ കേന്ദ്രമാകും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ സമുദായ സംഗമം ഉറപ്പുവരുത്തി ആത്മവിശ്വാസമുയർത്തിയ സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കിട്ടിയ ആയുധമാവുകയാണോ ഇനിയും സ്വർണം തെളിയാത്ത ശബരിമലയിലെ ചെമ്പുപാളി? ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് NSSന്റെയും SNDPയുടെയും 28 സമുദായങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയ സർക്കാരിന് ഈ സ്വർണം തെളിയാത്ത ചെമ്പുപാളിയിൽ പാളുകയാണോ? പ്രതിപക്ഷ നേതാവ് ദേവസ്വം മന്ത്രിയുടെയും ബോർഡ് പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഗുരുതരമായ വീഴ്ചയെ ന്യായീകരിക്കുന്നതിന് പരിഹാസ്യമാണ് എന്ന മട്ടിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. തെരുവിൽ വിശ്വാസ സമര സംഗമങ്ങൾ വരികയാണ്. ചോദ്യങ്ങൾ പലതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യഥാർത്ഥ അവതാര ലക്ഷ്യം? സ്വാധീനങ്ങളിലൂടെയും ഒപ്പം ശബരിമലയിലെ ഇടപെടലുകളിലൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥത്തിൽ എന്ത് ലക്ഷ്യത്തിനാണ് ഈ സ്വർണ്ണപ്പാളികൾ കേരളത്തിന് പുറത്ത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി എന്നാൽ മാനുവൽ ലംഘിച്ചു കൊണ്ടുപോയത്? ഒടുവിൽ മാനുവലിനെ കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും തനിക്കറിയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനില്ലേ? വിജയമല്യ പാകിയ സ്വർണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പാളികൾ സ്വകാര്യ പൂജ ചെയ്തത് ബോർഡ് എന്തുകൊണ്ടാണ് അറിയാതെ പോയത്? ആർക്കാണ് ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളികളിൽ സുവർണാവസരം ഒരുങ്ങുന്നത്?